നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വേവ്സിനെ കുറിച്ച് നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിൽ പഠിച്ച ചില കാര്യങ്ങൾ റീകോൾ ചെയ്യാൻ പോവുകയാണ്. നമുക്കറിയാം, ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഓസിലേഷൻ ആണ് ഒരു വേവിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഒരു വേവ് നിർമ്മിച്ചിരിക്കുന്നത്? അതിന് ഉത്തരം ഇതാണ്. Some physical quantities they oscillate in space and time and that set up a wave. ഒരു സാധാരണ എക്സാമ്പിൾ എന്ന രീതിയിൽ നമ്മൾ വെള്ളത്തിൻ്റെ മുകളിലൂടെയുള്ള വേവ്സ്, വാട്ടർ സർഫസിലൂടെയുള്ള റിപ്പിൾസ് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അതിലെ സർഫസിലുള്ള വാട്ടർ മോളിക്യൂൾസ് വേർട്ടിക്കൽ മോഷനിലാണ്, അല്ലേ? ഓസിലേറ്ററി മോഷനാണ്. അപ്പോൾ നമുക്കത് കാണാൻ പറ്റും. സോ ദ പാർട്ടിക്കിൾസ് ഓസിലേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആസ് വെൽ ആസ് ഇൻ പൊസിഷൻ. എന്ന് വെച്ചാൽ ഇറ്റ് എക്സിക്യൂട്ട് പീരിയോഡിക് മോഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം ആസ് വെൽ ആസ് ഇൻ പൊസിഷൻ. ഒരു റെഗുലർ ഇൻ്റർവൽ ഓഫ് ടൈം കഴിഞ്ഞാൽ നമുക്ക് മോഷൻ റിപ്പീറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. അതേപോലെ ഒരു റെഗുലർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാലും മോഷൻ റിപ്പീറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഈ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ oscillation of physical quantities with respect to time and space constitute generally a waves. For instance, electromagnetic waves നമ്മൾ എടുത്താൽ ഓസിലേറ്റിംഗ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ ഇലക്ട്രോ ഡൈനാമിക്സിൽ നിങ്ങൾ ഈ കാര്യം വളരെ ഡീറ്റെയിൽ ആയി പഠിക്കുന്നതാണ്. അപ്പോൾ ഓസിലേഷൻ ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡാണ് ദേ കോൺസ്റ്റിറ്റ്യൂട്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. Now, if you consider speech, for instance, sound waves, അവിടെ പ്രഷറാണ് വേരി ചെയ്യുന്നത്. പ്രഷർ, അറ്റ്മോസ്ഫിയറിക്, ദ പ്രഷർ ഓഫ് ദ മീഡിയം ഓസിലേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആസ് വെൽ ആസ് പൊസിഷൻ. അപ്പോൾ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഓസിലേഷനാണ് ഒരു വേവിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. നൗ ലെറ്റ് us consider the mathematical description. So let us first consider the case of a harmonic wave traveling in the positive x direction. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണിത്. y of x t is equal to a cos omega t minus kx. ഇത് പോസിറ്റീവ് എക്സ് ആക്സിൽ ട്രാവൽ ചെയ്യുമ്പോഴാണ്. നെഗറ്റീവ് എക്സ് ആക്സിൽ ട്രാവൽ ചെയ്യുന്ന വേവ് ആണെങ്കിൽ ഇവിടെ മൈനസിൻ്റെ സ്ഥാനത്ത് പ്ലസ് വരും. സോ ദിസ് ഈസ് ദ ഓൺലി ഡിഫറൻസ്. ഇപ്പോൾ ഇവിടെ മൈനസ് ആണെങ്കിൽ ദാറ്റ് ട്രാവൽസ് ഇൻ ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ, ഇവിടെ പ്ലസ് ആണെങ്കിൽ ദാറ്റ് ട്രാവൽസ് ഇൻ ദ നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. And this omega is called angular frequency and is given by omega equal to 2 pi into nu, where nu is the linear frequency. And k is called wave number and is equal to 2 pi by lambda. The wave velocity, ഇതാണ് നമുക്ക് അടുത്തത് റീകോൾ ചെയ്യേണ്ടത്. വെലോസിറ്റി വിത്ത് വിച്ച് എ കോൺസ്റ്റന്റ് ഫേസ് മൂവ്സ്. അതായത് ഒരു കോൺസ്റ്റന്റ് ഫേസ് എന്താണെന്ന് നമുക്കറിയാം. കെ എക്സ് മൈനസ് ഒമേഗ ടി എന്ന് പറയുന്ന ആ ടേമാണ്. അപ്പോൾ ഈ കോൺസ്റ്റന്റ് ഫേസ് മൂവ് ചെയ്യുന്ന വെലോസിറ്റിനെയാണ് നമ്മൾ ഫേസ് വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. ആൻഡ് വി റീകോൾ ദാറ്റ് ദി സ്പീഡ് ഈസ് ഈക്വൽ ടു ന്യൂ ലാംഡ, വെൻ ന്യൂ ഇസ് ദ ഫ്രീക്വൻസി ആൻഡ് ലാംഡ ഇസ് ദ വേവ് ലെങ്ത്. സോ ഇറ്റ്സ് ഈക്വൽ ടു ഒമേഗ ബൈ കെ. ഈ ഫോർമുലകളെല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ്. ഒരു ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്നതാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓസിലേഷൻസ് ആൻഡ് വേവ്സ് സെക്കൻഡ് സെമസ്റ്ററിൽ പഠിക്കും. ഓൾറൈറ്റ്. സോ നമ്മൾ ഈ വേവ്സിനെ റീകോൾ ചെയ്യാനുള്ള റീസൺ ഇതാണ്. വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ മാറ്റർ വേവ്സ്. നമ്മളിപ്പോൾ മാറ്റർ വേവ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വി ഹാവ് ടു ഫൈൻഡ് ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ. വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് എ മാറ്റർ വേവ്? ഒരു മാറ്റർ വേവ് എന്താണ് ഒരു മാറ്റർ വേവിലുള്ളത്, അല്ലെങ്കിൽ എന്താണ് ഒരു മാറ്റർ വേവിനെ ക്രിയേറ്റ് ചെയ്യുന്നത്, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? നമ്മൾ കണ്ടു, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണെങ്കിൽ അത് ഇലക്ട്രിക് ഓർ മാഗ്നറ്റിക് ഫീൽഡാണ്. Sound waves ആണെങ്കിൽ it's the variation of pressure. Now what is oscillating in the case of a matter wave? Correct? The oscillation, എന്തോ ഒരു physical quantity oscillate ചെയ്യുന്നുണ്ട്. We call it as the wave function. The oscillation of wave function constitute matter wave. Now we will look into what this wave function is. The wave function നമുക്ക് നോക്കാം. ഈ wave function, it is related to the probability of finding the particle at that time and space. Psi will be definitely a function of both position as well as time. അപ്പോൾ
സ്പേസിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ that will be a function of both position coordinates x, y, z and time and is related to the probability of finding the particle at that point of time and space. അപ്പോൾ ആ സ്ഥലത്ത് ആ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റിയോട് റിലേറ്റഡ് ആണ്. പ്ലീസ് നോട്ട് ദാറ്റ് ഇറ്റ് ഈസ് റിലേറ്റഡ്. ഇപ്പോൾ ഞാനിവിടെ എഴുതിയിരിക്കുന്നത് റിലേറ്റഡ് എന്നാണ്, അല്ലാതെ ദിസ് ഈസ് ഈക്വൽ ടു ദ പ്രോബബിലിറ്റി എന്നല്ല. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണം, വേവ് ഫംഗ്ഷൻ ഈസ് റിലേറ്റഡ് ടു ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾ അറ്റ് ദാറ്റ് ടൈം ആൻഡ് സ്പേസ്. ഏറ്റവും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യം ഇതാണ്, psi itself is meaningless. അപ്പോൾ വേവ് ഫംഗ്ഷൻ ആസ് ഇറ്റ് ഈസ് മീനിങ്ലെസ് ആണ്. ഓക്കെ, അത് പ്രോബബിലിറ്റിനോട് റിലേറ്റഡ് ആണ്, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് മീനിങ്ലെസ്. വൈ? നമുക്കറിയാം, ഒരു ഓസിലേറ്റിംഗ് പാരാമീറ്റർ ആണ് ഒരു വേവിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ഓസിലേറ്റിംഗ് ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ നമുക്കറിയാം, ഒരു പർട്ടിക്കുലർ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഓസിലേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് മൂവ്സ് in either the direction of equilibrium value, അല്ലേ? ഇപ്പോൾ സൗണ്ട് വേവ് ആണെങ്കിൽ പ്രഷർ ഒരു നോർമൽ പ്രഷർ ഉണ്ട്, അതിനേക്കാൾ കൂടുകയും ചെയ്യും കുറയുകയും ചെയ്യും. ഇതേപോലെ ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിലും ഓസിലേറ്റ് ചെയ്യണം. അപ്പോൾ ഓസിലേറ്റിംഗ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ജനറലി ടേക്ക് പോസിറ്റീവ് വാല്യൂസ് ആസ് വെൽ ആസ് നെഗറ്റീവ് വാല്യൂസ്. അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ പ്രോബബിലിറ്റി നെഗറ്റീവ് ആവുക എന്ന് പറയുന്നത് മീനിങ്ലെസ് ആണ്. അതുകൊണ്ട് തന്നെ വേവ് ഫംഗ്ഷൻ cannot be equal to the probability. ഓക്കെ, അപ്പോൾ വേവ് ഫംഗ്ഷന് പ്രോബബിലിറ്റിക്ക് ഈക്വൽ ആവാൻ കഴിയില്ല. കാരണം എന്താണ്? നമ്മളുടെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വാല്യൂസ് അസ്യൂം ചെയ്യേണ്ട ഒരു പാരാമീറ്റർ ആണ്. അപ്പോൾ ഇഫ് ദാറ്റ് ഈസ് പ്രോബബിലിറ്റി, ഇറ്റ് മസ്റ്റ് ബി in between 0 and 1. 0 means no probability, 1 means 100% probable. ഇതിനിടയിലുള്ള വാല്യൂസേ വരാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് psi itself cannot be equal to the probability. അതുകൊണ്ട് തന്നെ psi itself is meaningless. കാരണം probability cannot be negative. Now the probability of finding the body described by the function psi, നമ്മളുടെ wave function psi, which is obviously a function of x, y, z and time, and that is proportional to square of the wave function at that time and space. അപ്പോൾ psi itself meaningless ആണെങ്കിലും psi square gives the probability of finding the particle at that point. അപ്പോൾ ആ സ്ഥലത്ത് ഒരു പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി ആണ് psi square തരുന്നത്. സോ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇനി വരുന്ന സെഷനുകളിൽ മനസ്സിലാവും. ഫോർ ദ ടൈം ബീയിങ് നിങ്ങൾ ഇത്ര മാത്രം ഓർത്ത് വയ്ക്കുക. എന്താണ് ഒരു വേവ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഓസിലേഷൻ ഓഫ് സം ഫിസിക്കൽ ക്വാണ്ടിറ്റി with respect to space and time. Similarly, our matter wave is constituted by variation or oscillation of some physical quantity, and we call that physical quantity as wave function. Alright, and this wave function psi is obviously a function of position and time, and this wave function itself is meaningless because probability cannot be negative. And square of this wave function, psi square, is the only physically meaningful quantity, and that gives the probability, psi square gives the probability of finding the particle at that point of time and space. ഇത്രയും ഓർത്ത് വയ്ക്കുക. ഇനി വരുന്ന ഡിസ്കഷനുകളിലെല്ലാം നമ്മൾ ഈ സൈനെ കൂടുതൽ കാണും, കൂടുതൽ പരിചയപ്പെടും. വി ഫോർമുലേറ്റ് സൈ ഫോർ ഡിഫറെൻറ്റ് സിസ്റ്റംസ്. അപ്പോൾ അത് നമുക്ക് വളരെ വ്യക്തമാവും. അപ്പോൾ തൽക്കാലം ഇത്ര മാത്രം കൃത്യമായി മനസ്സിലാക്കുക. ബേസിക്കലി ദ പ്രോബ്ലം ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് ഇസ് ദിസ്: വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വേവ് ഫംഗ്ഷൻ ഓഫ് എ പർട്ടിക്കുലർ സിസ്റ്റം, ആൻഡ് ദ വേവ് ഫംഗ്ഷൻ contains every information regarding the system. അപ്പോൾ psi എന്ന് പറയുന്നത് it's nothing but a function which represents everything about the system. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയി കാണാം. അപ്പോൾ what constitute a matter wave?
What constitutes a matter wave is the oscillation of wave function, and wave function is related to the probability. Exactly speaking, the square of the wave function gives the probability of finding the particle. Thank you.